ഈ നേരത്തെ ബംഗ്ലാദേശിലേക്കുള്ള കയറ്റുമതിക്ക് അരി, നൂൽ തുടങ്ങിയ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് ബംഗ്ലാദേശ് കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അതിന് തക്ക മറുപടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതി സാധനങ്ങൾക്ക് ഇന്ത്യ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരു വ്യാപാര യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ബംഗ്ലാദേശിന് കനത്ത നഷ്ടം വരുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ബംഗ്ലാദേശിനെ പൂട്ടിയിരിക്കുകയാണ്. ഈ ബംഗ്ലാദേശിനൊരു വലിയ ഹുങ്കുണ്ട്. കാരണം ബംഗ്ലാദേശിൻ്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഈ ബംഗ്ലാദേശിന് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ അവിടേക്ക് കരമാർഗം പോകാൻ ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ മാർഗം മാത്രമേ ഇന്ത്യക്കുള്ളൂ. അതുവഴിയാണ് ഇന്ത്യ അങ്ങോട്ടേക്ക് ആ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബംഗ്ലാദേശ് വഴി പോകണം. അപ്പോൾ അവിടേക്ക് നമ്മൾ ചരക്കുകൾ എത്തിക്കുന്നതും അവിടുന്ന് ചരക്കുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ബംഗ്ലാദേശിനെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു. നേരത്തെ ബംഗ്ലാദേശ് നമ്മുടെ സൗഹൃദ രാഷ്ട്രമായിരുന്നു. നമ്മളും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തികൾ തുറന്നിട്ട സൗഹൃദമായിരുന്നു. ഒരു തരത്തിലും ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് ഒരു ക്ലാഷ് ഉണ്ടായിരുന്നില്ല, ഒരു സംഘർഷം ഉണ്ടായിരുന്നില്ല. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ഭരണം പിടിച്ചെടുത്ത് മുഹമ്മദ് യൂനസ് അവിടെ വന്നപ്പോൾ തൊട്ട് സ്ഥിതിഗതികൾ മാറി. അപ്പോഴും നമ്മൾ സംയമനം പാലിച്ചു. നമ്മൾ വളരെ വിശാലമായ സഹിഷ്ണുതയോടുകൂടി നമ്മൾ ബംഗ്ലാദേശിനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അവിടെ വലിയ തോതിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബൗദ്ധർ, ജൈനർ, സിഖുകാർ ഒക്കെ ആക്രമിക്കപ്പെട്ടു. ശക്തമായ നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴും ബംഗ്ലാദേശിനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ തയ്യാറായി. ഈ പശ്ചാത്തലത്തിലാണ് ചൈന സന്ദർശിക്കാൻ പോയ ഈ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണത്തലവൻ മുഹമ്മദ് യൂനസ്, അയാളൊരു കെയർ ടേക്കറാണ്. മുഹമ്മദ് യൂനസ് ചൈനയുടെ അവിടെ വെച്ച് പറഞ്ഞു, ഈ ഇന്ത്യയുടെ ഈ ബംഗ്ലാദേശിൻ്റെയും കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, ഈ ത്രിപുര പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കരയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ആ ഭാഗം, ഇന്ത്യൻ അതിർത്തി ഒക്കെ കരയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് കടലിലേക്ക് തുറക്കാനൊരു മാർഗമില്ല. അത് ബംഗ്ലാദേശ് വഴി മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് കൂടുതൽ കളിക്കരുത്, ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്നൊക്കെ ഈ ചൈനയുടെ ഒരു ബലത്തിൽ, അങ്ങനെയാണല്ലോ ഈ ശക്തൻ്റെ കൂടെ നിൽക്കുമ്പം നമുക്കും ഈ ദുർബലനും ഒരു കരുത്തൊക്കെ ഉണ്ടാവും. അങ്ങനെ വെല്ലുവിളിച്ചത്, ആ വെല്ലുവിളി മുഹമ്മദ് യൂനസ് നടപ്പാക്കുകയും ചെയ്തു. ഈ ഇന്ത്യയിൽ നിന്ന് ചില സാധനങ്ങൾ ബംഗ്ലാദേശ് വഴി അപ്പുറത്തോട്ട്, അതായത് ഈ ബംഗാളിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ബംഗ്ലാദേശിന് കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ബംഗ്ലാദേശ് അനുമതി നിഷേധിച്ചു. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങൾക്കും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ ഇന്ത്യക്ക് മറ്റു വഴികളില്ല. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുന്നിൽ വെറും ഒരു കീടമാണ്. പക്ഷേ എങ്കിലും ഇന്ത്യ വളരെ സംയമനത്തോടെയാണ് പെരുമാറിയത്. ഇങ്ങോട്ട് നിയന്ത്രണം വച്ചപ്പോൾ അങ്ങോട്ട് നിയന്ത്രണം വെച്ചു. ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങളും നമ്മൾ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി. അത് ഈ കരമാർഗം വരുന്ന റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, അതാണ് പ്രധാനമായിട്ടും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബംഗ്ലാദേശിൻ്റെ വരുമാനം വലിയൊരളവ് വരെ ഈ തുണിത്തരങ്ങളാണ്. ഈ ബംഗ്ലാദേശിൽ തുണി വ്യവസായമാണ് അവരുടെ പ്രധാന ആഹാരമാർഗം, വരുമാനം അതിലൂടെയാണ് കിട്ടുന്നത്. അതിനാണ് ഇപ്പോൾ വലിയ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ അത് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അത് ബാൻ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിൻ്റെ വിപണി വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുകയാണ്. തുണി വ്യവസായത്തിൻ്റെ വിപണി ഇടിഞ്ഞിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയിൽ നിന്ന് പഴങ്ങൾ, പാനീയങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്, പ്ലാസ്റ്റിക്, PVC തുടങ്ങിയവ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവരുടെ ചെക്ക് പോസ്റ്റ് കടന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിന് അവർ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കർശന പരിശോധന ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത് നല്ലതല്ല ബംഗ്ലാദേശിനെ സംബന്ധിച്ച്. ഇന്ത്യ
മറ്റേതെങ്കിലും മാർഗങ്ങളിൽ ഇതൊക്കെ അവിടെ എത്തിക്കും. അതെ. ഇന്ത്യയെ സംബന്ധിച്ച് അത് കുറച്ച് ഒരല്പം വൈകിട്ടാണെങ്കിൽ കൂടി ഇതെല്ലാം അവിടെ എത്തിക്കും. പക്ഷെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിന് എല്ലാ അർത്ഥത്തിലും ബംഗ്ലാദേശിൻ്റെ 3 വശവും ചുറ്റപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയാണ്. അവരുടെ ഒരു ഭാഗം ശരിക്കും തെക്കു ഭാഗം തുറക്കുന്നത് കടലിലേക്കാണ്. ഇങ്ങനെ 4 വശം, ഒരു ഭാഗത്ത് കടലും ബാക്കി 3 വശത്തും ഇന്ത്യയുടെ കരകളാണ്. ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ബംഗ്ലാദേശിന് ഒന്ന് അനങ്ങണമെങ്കിൽ ഇന്ത്യയുടെ സഹായം വേണം. അവർക്ക് വ്യോമപാത പോലും ഒരു പരിധി വരെ ഇന്ത്യയെ ആശ്രയിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അഹങ്കാരം അഹങ്കാരം മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഈ ബംഗ്ലാദേശിനെ ഇത്തരത്തിലേക്ക് മാറ്റിയെടുത്തത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. ജോ ബൈഡൻ അവിടെ പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ഇന്ത്യക്കെതിരായിട്ട് ബംഗ്ലാദേശിനെ സ്ക്രൂ ചെയ്ത് വിട്ട് ഇന്ത്യക്കെതിരെ വലിയ രീതിയിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസിനെ പോലെയുള്ള വലിയ വ്യവസായികളും ഒക്കെയാണ് അതിൻ്റെ പുറകിൽ. അപ്പോൾ അവർ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ചൈനയും പാകിസ്ഥാനും അതിൻ്റെ കൂടെ ബംഗ്ലാദേശും ഒക്കെ ചേർന്നു. നേരത്തെ മാലിദ്വീപ് അതിൻ്റെ കൂടെ ചേർന്നതാണ്. പക്ഷെ മാലിദ്വീപിന് തിരിച്ച് പണി കിട്ടും എന്നറിഞ്ഞപ്പോൾ മാലിദ്വീപ് അതിൽ നിന്ന് പിന്മാറി ഇന്ത്യയായിട്ട് സൗഹൃദം പുനഃസ്ഥാപിച്ചു. അതുപോലെ ശ്രീലങ്ക ഇന്ത്യയുമായിട്ട് അകലാൻ ചൈന എല്ലാ കരുക്കളും നീക്കിയതാണ്. പക്ഷേ ശ്രീലങ്ക ഒടുവിൽ അപകടം മണത്തറിഞ്ഞ് ആ ചൈനയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇന്ത്യയോട് കൂടുതൽ അടുത്തു. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഒരു കാലവും നമുക്ക് വഴങ്ങാതെ നിൽക്കുന്നൊരു രാഷ്ട്രമായിരുന്നു പാകിസ്ഥാൻ. ബംഗ്ലാദേശ് നമ്മളുമായിട്ട് നല്ല ബന്ധമായിരുന്നു, ചൈനയും മാലിദ്വീപും പോലെ. പക്ഷേ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ബംഗ്ലാദേശ് മറ്റൊരു വഴിക്ക് തിരിഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് വലിയ താമസമൊന്നുമില്ല, ബംഗ്ലാദേശിനും മടങ്ങി വരേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള ഉഭയകക്ഷി വാണിജ്യം ബന്ധം ഇന്ത്യയെ പോലെ വിശ്വാസ്യതയുള്ള ഒരു സുഹൃത്ത് വേറെയില്ല. ചൈനയൊക്കെ ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ചൈനയ്ക്കൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. ചൈനയുടെ കൂട്ട് എന്ന് പറയുന്നത് ഈ വെടിമരുന്ന് കയ്യിൽ സൂക്ഷിക്കുന്നത് പോലെയാണ്. അത് മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദാനിയുടെ വൈദ്യുതി വേണ്ട എന്ന് പറഞ്ഞ് ചൈനയൊക്കെ സമീപിച്ചിരുന്നു. ചൈന അതിന് കൃത്യമായിട്ട് വില ഇടുകയും ആ വില നൽകാത്ത പക്ഷം സൗഹൃദമൊക്കെ വേറെ അങ്ങോട്ട് മാറി നിൽക്കുക, ഞങ്ങൾക്ക് കിട്ടാനുള്ള കച്ചവടത്തിൻ്റെ എമൗണ്ട് കിട്ടാതെ ഞങ്ങൾ തരില്ല എന്നുള്ള ഒരു നിലപാടിലെത്തുമ്പം വീണ്ടും അദാനിയെ സംഭവിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതെ, അദാനിയുടെ വൈദ്യുതി വീണ്ടും വാങ്ങേണ്ടി വരുന്നു. അദാനിയുടെ കുടിശ്ശിക തീർക്കാൻ അവർ തീരുമാനിച്ചു. കുടിശ്ശിക തീർക്കുന്നതിനുള്ള പണം ഒക്കെ കൊടുക്കാമെന്ന് പറയുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവർക്ക് എക്കാലവും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്ത് ഇന്ത്യയാണ്. ഇന്ത്യയെ ആശ്രയിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും ഈ ഒരു പാക് ഇന്ത്യ സംഘർഷം ഉണ്ടായപ്പോൾ പോലും ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയുണ്ടായി. അല്ല, അത് ബംഗ്ലാദേശിനുള്ളിലെ ഈ ഇന്ത്യ വിരോധം വെച്ച് പുലർത്തുന്ന ബംഗ്ലാദേശ് ഒരു കാലത്ത് ഈസ്റ്റ് പാകിസ്ഥാനായിരുന്നു. അന്ന് അറിയാമല്ലോ, 71 യുദ്ധത്തിനെ തുടർന്നാണ് അത് മോചിപ്പിക്കപ്പെടുകയും ബംഗ്ലാദേശ് എന്നൊരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അന്ന് ആ രൂപീകരിക്കപ്പെട്ട ആ കാലത്ത് തന്നെ ഇന്ത്യ വിരോധമുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോഴും തുടരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ തലമുറകൾ തുടരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ 7 സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളായ 7 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് ആക്രമിക്കും, പാകിസ്ഥാന് നേരെ ഒരു ചുവട് വെച്ചാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള 7 സംസ്ഥാനങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്ന വെറും ഒന്നിനും കൊള്ളാത്ത ഒരു സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഞങ്ങൾ വെറും 3 മണിക്കൂർ കൊണ്ട് ബംഗാളും ബീഹാറും പിടിച്ച് ബംഗ്ലാദേശിൽ ചേർക്കുന്ന മൊല്ലാക്കന്മാരുള്ള നാടാണ് ബംഗ്ലാദേശ്. അപ്പൊ ഇങ്ങനെ വീരവാദം മുഴക്കാൻ ആർക്കും പറ്റും, എട്ടുകാലി മമ്മൂഞ്ഞാകാൻ ആർക്കും പറ്റും. സത്യം പറഞ്ഞാൽ ട്രംപ് പറഞ്ഞതുപോലെ യുദ്ധമൊക്കെ മാറ്റി വെച്ചിട്ട് വല്ല കച്ചവടം ചെയ്ത് ജീവിച്ചൂടെ ഉള്ളത് കൊണ്ട് അതാണ് ചോദിക്കേണ്ടത്. അല്ല, അങ്ങനെയൊക്കെയുള്ള ഈ ബംഗ്ലാദേശിന് ഇന്ത്യയെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ ചെന്നുപെട്ടിരിക്കുന്നത് വലിയ അപകടത്തിലാണ്. അത് വൈകാതെ അവർക്ക് മനസ്സിലാവും. പട്ടിണിയും പരിവട്ടവും എങ്ങനെയാണോ പാകിസ്ഥാനെ വിഴുങ്ങിയിരിക്കുന്നത്, അത് ബംഗ്ലാദേശിനെയും താമസിയാതെ വിഴുങ്ങും എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശ് ഇപ്പോഴത്തെ ഈ കാണിക്കുന്ന വീരശൂര പരാക്രമമൊക്കെ മാറ്റിവെച്ച് വൈകാതെ ഇന്ത്യയുടെ കാല് പിടിക്കുന്ന കാഴ്ച ലോകത്തിന് കാണാൻ സാധിക്കുമെന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും
ഉരുളയ്ക്ക് ഉപ്പേരി എന്ന മട്ടിൽ ഇങ്ങോട്ട് കാണിച്ചതിന് അങ്ങോട്ടും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ. അതങ്ങനെ തന്നെ നിൽക്കും. നമ്മളായിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോകില്ല, പക്ഷേ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ വിടുകയുമില്ല. ആ പോളിസി, ആ നയം ഇന്ത്യ എക്കാലവും തുടരും. അത് ബംഗ്ലാദേശ് ആയാലും ശരി, പാകിസ്ഥാൻ ആയാലും ശരി.